നമ്മളൊരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലില്ലാത്ത ബീഫ് എടുത്തു. അപ്പോൾ ബീഫ് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ മുറിച്ചിട്ട് ഇട്ടു. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടെടുക്കാം. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിലോട്ട് നമുക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ടെടുത്ത് പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക. പിന്നെ ആവശ്യത്തിന് അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് ഒരു 9-8 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇത് ഉടഞ്ഞ് പോവരുത്, ഒരു അത്യാവശ്യം വേവാവണം. പിന്നെ നമുക്ക് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് നീളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കാം. അങ്ങനെ നമ്മൾ ബീഫ് എല്ലാതും നന്നായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി, പിന്നെ അതിലോട്ട് കോൺഫ്ലവർ പൊടി ആവശ്യത്തിന് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ജീരകം പൊടിച്ചത്, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത്, പിന്നെ അതിലോട്ട് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു ലേശം കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച ബീഫിൻ്റെ വെള്ളം അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറവായപ്പോൾ ഒരു നുള്ള് ഉപ്പിട്ടെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് സുർക്ക പാർന്ന് കൊടുക്കുന്നുണ്ട്. അത് സുർക്ക ആദ്യം ഒഴിച്ച് മിക്സ് ചെയ്യണേന്, അപ്പോൾ സുർക്ക പാരാൻ മറന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സുർക്ക പാർന്ന് നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ച് എടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വെക്കാം. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ച് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തു. അപ്പോൾ അത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് ഒന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന ബീഫ് അതിലോട്ട് കുറച്ചായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ബീഫ് വെളിച്ചെണ്ണയിൽ അധികമൊന്നും മുങ്ങി നിൽക്കൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പം നമ്മളങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു മുളക് പിന്നെ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബീഫ് ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലോട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം.